ഭക്തി മൂത്താൽ ഭ്രാന്താവും, ഭ്രാന്തായാൽ ചങ്ങലക്കിടണം. ഭക്തിയെ സംബന്ധിച്ചും വിശ്വാസത്തെ സംബന്ധിച്ചും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് അപകടത്തിലേക്ക് പോകും. മതത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. മതം ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, അതിനകത്ത് കുറേ നന്മയുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്, മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് തലയ്ക്ക് പിടിച്ചു പോയാൽ പിന്നെ അതിൻ്റെ തിന്മകളെല്ലാം കൂടി തലയ്ക്ക് കയറി അപരമത ശല്യവും സ്വന്തം മതത്തിലുള്ളവരെയും ശല്യം ചെയ്യും. വേറെ കുഴപ്പമാണ്. ഒരു മയക്കുമരുന്ന് പോലെയാണ്. അത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമാണ്. അതുപോലെയാണ് ഈ ഭക്തി മൂത്തുപോയാൽ പിന്നെ ഒരു രക്ഷയും കിട്ടത്തില്ല. മന്ത്രവാദം നടക്കും, കോഴിയെ കൊല്ലും, ആട്ടിനെ കൊല്ലും, മനുഷ്യനെ കൊല്ലും, നരപൂജ നടക്കും, പിന്നെ ഒരുപാട് അഭ്യാസങ്ങൾ നടക്കും ഇത് തലയ്ക്ക് പിടിച്ചു പോയാൽ. അതുപോലെ തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായ ഒരാളാണ് ജയറാം നടൻ. പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം ഇതിൻ്റെ വീട് ഇന്നലെ വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. വീണ്ടും അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുത്തു. വീട് പരിശോധിച്ചു. റെയ്ഡ് ചെയ്തൊന്നും നമ്മൾ പറയുന്നില്ല, പരിശോധിച്ചു, അല്ലെങ്കിൽ റെയ്ഡ് ചെയ്തു, വീട് റെയ്ഡ് ചെയ്തു. പിന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം മുമ്പൊരു ചാനലിൽ പത്രസമ്മേളനമൊക്കെ നടത്തി ചാനലുകൾക്ക് കൊടുത്ത ബൈറ്റും ചാനലുകൾക്ക് ഇൻഡിവിജ്വലായി കൊടുത്ത ബൈറ്റും ഇന്നലെ കൊടുത്ത ബൈറ്റും ഒക്കെ തമ്മിലൊന്നും ഒന്ന് കോറലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് പുള്ളി പറയുന്നത്. പെട്ടെന്ന് എന്നെ വിളിക്കുന്നു ആര്, നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി. 3 മണിക്കൂർ പോലും സമയമില്ല. ഞാനപ്പോൾ കണ്ണിൽ കണ്ട ആളുകളെയൊക്കെ വിളിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഓടിക്കൂടുന്നു സുനാമി പോലെ. അവിടെ എന്നതിൻ്റെ തരികിടയുടെ ഒരു ആവശ്യമില്ല. നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞാൻ ശബരിമലയിൽ പലവട്ടം കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒന്നും പറഞ്ഞാൽ നിൽക്കൂല ഈ കേസ്. നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമുള്ള മിസ്റ്റർ ജയറാം, നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എങ്ങനെ അറിയാം? എത്ര പ്രാവശ്യം കണ്ടു? നിങ്ങളെ വീട്ടിൽ എത്ര പ്രാവശ്യം വന്നു? നിങ്ങൾ തന്നെ 3 മീറ്റിങ്ങിന് പോയിരിക്കുന്നു. നിങ്ങൾ പറയുന്ന അനുസരിച്ച് 3 സ്ഥലത്ത് ഈ ഉണ്ണികൃഷ്ണൻ്റെ കെയർ ഓഫിലെ 3 മീറ്റിങ്ങിൽ പോയിരിക്കുന്നു. എന്നിട്ട് പിന്നെ അറിയാത്ത കണക്ക് 3 മണിക്കൂറിൽ എന്നെ വിളിച്ചു, 2 മണിക്കൂർ സമയം കിട്ടി, 1 മണിക്കൂർ കൊണ്ട് ഞാൻ ആളെ കൂട്ടി, അരമണിക്കൂർ കൊണ്ട് ഓടിയെത്തി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കാനൊരു സുഖമില്ല. നമ്മൾ കക്കാൻ പഠിച്ചാലും നിൽക്കാൻ പഠിക്കണം. നിങ്ങൾ കട്ടു എന്നുള്ള അഭിപ്രായം നമുക്കില്ല. അതൊക്കെ SIT തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ, ഇവിടുത്തെ നിയമവ്യവസ്ഥ തീരുമാനിക്കട്ടെ. നിങ്ങളെല്ലാം അയ്യപ്പന് വിട്ടു എന്ന് പറഞ്ഞു. എന്താ അർത്ഥത്തിലാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന പാളിയെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജ ചെയ്യുന്നത്? ഏതെങ്കിലും അമ്പലത്തെ കൊണ്ടുവച്ച് പൂജ ചെയ്തിട്ട് അവിടെ പോയി തൊഴുന്നതും ഒക്കെ. വീട്ടിൽ കൊണ്ടുവച്ച് പൂജ ചെയ്യുന്നത് താങ്കൾ ഏത് ഭക്തിയുടെ ആളാണ്? ഏത് വിശ്വാസ പ്രമാണങ്ങളാണ് താങ്കളെ മുന്നോട്ട് നയിക്കുന്നത്? താങ്കൾ ബ്രാഹ്മണനാണല്ലോ, ജന്മം കൊണ്ട് ബ്രാഹ്മണനാണല്ലോ. താങ്കൾക്ക് ഇതൊന്നും അറിയാത്തതാണോ? അമ്പലത്തിലെ അനുജ്ഞയും കേസും വഴക്കും എല്ലാ കാര്യങ്ങളും, അമ്പലത്തിലെ ചിട്ടവട്ടങ്ങളെല്ലാം നന്നായി അറിയേണ്ട ആളല്ലേ? അറിയുന്ന ആളാണ്, അല്ലെങ്കിൽ അറിയേണ്ട ആളല്ലേ? എന്നിട്ടും എന്താണ് ജയറാമിന് സംഭവിച്ചത്? അത് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായൊരു ചോദ്യമാണ്. താങ്കൾ ആടിനെ പട്ടിയാക്കരുത്, പട്ടിയെ പേപ്പട്ടിയാക്കരുത്. ഇത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത്തരം തലയ്ക്ക് വട്ട് വരും. രണ്ടാമത് SIT ഇതാ അടുത്ത ആളും രണ്ടാമത്തെ ആളും ഇറങ്ങാൻ പോകുന്നു. 90 ദിവസമായാൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് 90 ദിവസമായാൽ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം, ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായി ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. ആദ്യം ഇപ്പം മുരാരി ബാബു ഇറങ്ങി, അടുത്ത സുധീർ ഇറങ്ങുന്നു, 2ആയി. ഇനിയിപ്പോൾ അടുത്ത് ഇറങ്ങാൻ പോകുന്നത് ഫെബ്രുവരി ആദ്യമാകുമ്പോൾ ഇറങ്ങാൻ പോകുന്നത് ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണനും കൂടെ പുറത്തിറങ്ങിയാൽ പിന്നെ ഈ കേസ് എങ്ങോട്ട് പോകുമെന്നറിയില്ല. SIT എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. SIT വളരെ തളർന്നു പോവുകയാണ്. അയ്യപ്പൻ തളർത്തിയതാണോ, സ്വയം തളർന്നതാണോ, അതോ പിണറായി വിജയനും സംഘവും ഇലക്ഷൻ വരുന്നത് കൊണ്ട് നിങ്ങളെ തളർത്തിയതാണോ? SIT വളരെ കൃത്യമായി ഇതിന് ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം ശബരിമല കേസ് ഹൈപ്പിൽ നിന്ന് ഹൈപ്പിലേക്ക് പോകേണ്ടതൊരു കേസ്. എത്രയോ ഉന്നതന്മാർ, സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും അടക്കമുള്ള ഒരുപാട് ഉന്നതന്മാർ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണിത്. അതുപോലെ തന്നെ വ്യവസായികൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, ജയറാമിനെ പോലുള്ള സിനിമാ നടന്മാർ ബന്ധപ്പെട്ടിട്ടുണ്ട്, പൊളിറ്റിക്കൽ ലീഡർമാരുണ്ട്, മന്ത്രിമാരുണ്ട്, തന്ത്രിമാരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കേസിൽ എന്തുകൊണ്ട് ഇങ്ങനെ താളം ചവിട്ടുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. തീർച്ചയായിട്ടും SIT അങ്ങനെ പോകുന്നു. അപ്പോൾ എന്തായാലും ശബരിമല കേസ് വളരും തളരും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇതിനകത്തൊരു എൻഡിങ് വരുന്നില്ല? ഒരു നെവർ എൻഡ് കേസായിട്ടാണ്, അല്ലെങ്കിൽ നെവർ എൻഡിങ് കേസായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 90 ദിവസം ഇപ്പോൾ അടുക്കാൻ പോകുന്നു. 90 ദിവസം അടുക്കുമ്പോൾ കുറ്റപത്രം കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ ബാക്കി കേസുകൾ, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ പുറത്ത് വീണ്ടും കേസ് വരും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു കേസ് കൂടെ വന്നാൽ അതിലും കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പിന്നെ ഉണ്ണികൃഷ്ണൻ അകത്തേ കിടക്കുകയുള്ളൂ.
എന്തായാലും ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഉണ്ണികൃഷ്ണനെതിരെ കേസ് വന്ന് ഉണ്ണികൃഷ്ണൻ അകത്തായാലും ബാക്കിയുള്ള ആളുകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാവരും പുറത്തിറങ്ങി, പത്മകുമാർ അടക്കം പുറത്തിറങ്ങിയാൽ പിന്നെ ഈ കേസ് എവിടെ നിൽക്കും? എന്ത് SIT, പിന്നെ എന്ത് അയ്യപ്പൻ എന്നുള്ള ചോദ്യം, അയ്യപ്പൻ എന്തിനാണ് പിന്നെ ഇതൊക്കെ ചെയ്യിച്ചത് എന്നുള്ളൊരു ചോദ്യം വരും. വളരെ കൃത്യമായി ജയറാമിനെയും വീരമണിയെയും അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യണം, അവരിൽ നിന്ന് മൊഴിയെടുക്കണം. അതൊരു വളരെ പാസീവായിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് കാണുന്നത്. അത് പോരാ, വളരെ ആക്റ്റീവായി ഇവരിൽ നിന്നെല്ലാം മൊഴിയെടുക്കുകയും ജയറാമിനെ മാപ്പ് സാക്ഷിയാക്കുമെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഇത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ, ഈ തൊണ്ട് മുഴുവൻ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം മാപ്പ് സാക്ഷിയാകും എന്നാണ് പറയുന്നത്. പക്ഷേ മാപ്പ് സാക്ഷിയാകുമ്പോഴും കോടതിയിൽ പോകണം, സാക്ഷിക്കൂട്ടിൽ കയറി നിൽക്കണം, കുറേ കാര്യങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട്. ഈ ചടങ്ങുകൾക്കൊന്നും ജയറാം പോകേണ്ടിയിരുന്നില്ല. അങ്ങനെ വീടുകളിലെടുത്ത് കട്ടളപ്പടിയോ അല്ലെങ്കിൽ അമ്പലത്തിലെ ഏതെങ്കിലും വസ്തു വീട്ടിനകത്ത് കൊണ്ടുവച്ച് പൂജിച്ചത് കൊണ്ടൊന്നും ആർക്കും ഒരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല. ഹിന്ദുക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ദൈവത്തെയും അതുപോലെ തന്നെ ഈശ്വരൻ്റെയും ദൈവത്തിൻ്റെയും അമ്പലത്തിൻ്റെയും കാര്യത്തിൽ കളിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. കാരണം അതൊരു വേറൊരു ഊർജത്തിൻ്റെ സ്രോതസ്സാണ്. അവിടെ കയറി കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് ജയറാമായാലും കൊള്ളാം, ഇങ്ങേറ്റത്തുള്ള ആരായാലും കൊള്ളാം, സ്വർണ്ണക്കൊള്ളയിൽ സുബ്രഹ്മണ്യം നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും കൊള്ളാം, ആരായാലും കൊള്ളാം, ദൈവത്തിൻ്റെ കാര്യത്തിൽ കയറി കളിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണ്ടേ. തീർച്ചയായിട്ടും ജയറാം പറയുന്നതിൽ ഒരു ലോജിക്കുമില്ല, പറയുന്നതിൽ ഒരു യുക്തിയില്ല. പറയുന്ന കേട്ടാൽ പരസ്പര ബന്ധിതമല്ലാത്ത, യാതൊരു കണക്ടിവിറ്റി ഇല്ലാത്ത കുറെ കാര്യങ്ങളാണ് പറയുന്നത്. അതെല്ലാം അബദ്ധമാണ് പറയുന്നത്. അതുകൊണ്ട് താങ്കൾ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്തതിന് ശേഷം സത്യമായിട്ടുള്ള കാര്യം ജനങ്ങളോട് പറയുക. അല്ലെങ്കിൽ ഐ ഹാവ് നോ കമന്റ്സ്, എനിക്ക് കമന്റ് ഇല്ല, കോടതിയും നീതിപീഠവും അല്ലെങ്കിൽ പിന്നെ പോലീസ് സംവിധാനവും അത് കണ്ടുപിടിക്കട്ടെ, എനിക്കിതിനകത്തൊരു പങ്കുമില്ല എന്ന് പറയണം. പക്ഷെ അങ്ങനല്ല, താങ്കൾ വിശദീകരിക്കാൻ നിൽക്കുമ്പോൾ വിശദീകരിച്ച് നാറ്റക്കേസാകരുത്. വളരെ വലിയ തോതിലാണ് താങ്കൾ ഈ ചാനലുകളിലൊക്കെ വിശദീകരിക്കുമ്പോൾ അപഹാസ്യത്തിനാകുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്നു. എൻ്റെ തലയിൽ പൂടയില്ല എന്ന് പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് തല തപ്പി നോക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് ജയറാം ഇതിനകത്ത് അവരെ കൊണ്ടുവന്നു, അവിടെ കട്ടളപ്പാളി വെച്ചു, പൂജ നടത്തി, അല്ലെങ്കിൽ മറ്റു 3 സ്ഥലങ്ങളിൽ പൂജയ്ക്ക് പോയി എന്നിടത്ത് നിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇത് പല വഴിയിൽ പല വിധത്തിൽ ഇതിനകത്ത് ജയറാമിന് ഒരു സോഴ്സ് ഉള്ളതായിട്ട് തന്നെയാണ് കാര്യങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ വരികൾക്കിടയിൽ വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സമഗ്രമായി ജയറാമിനെ ചോദ്യം ചെയ്യണം. ജയറാം മനസ്സ് തുറന്ന് ഇതിന് അഭിപ്രായം പറയുകയും വേണം. ആ നിലയിൽ ശബരിമല കേസിൽ ആരെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം ശിക്ഷ ലഭിക്കണം. അതുപോലെ പ്രധാനമാണ് തൊണ്ടി മുതൽ ഇപ്പോഴും കിട്ടിയിട്ടില്ല, അതെവിടെയാണ് എന്ന് പറയുന്നതിൽ ജയറാമിനും വലിയൊരു പങ്കുണ്ട്. തീർച്ചയായിട്ടും ജയറാമും അത് പറയേണ്ടതാണ്. കാരണം ഈ കൊണ്ടുവന്നിരിക്കുന്ന ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നിങ്ങളുടെ സർക്കിളിലും നിങ്ങളുടെ റഡാറിലും ഫുൾ ടൈം ഉള്ള ആളാണ്.